രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. വാൽമീകി രാമായണ വിചാര പരമ്പരയിൽ നമ്മൾ പറഞ്ഞു വെച്ച ഭാഗം, രാമ, സീത, ലക്ഷ്മണൻ എന്നിവർ ശരഭംഗ മഹർഷിയെ കണ്ടു. അതിനു വേണ്ടി മാത്രം ശരീരം ധരിച്ചിരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ടപ്പോൾ ശരീരം ഉപേക്ഷിച്ചു. ബ്രഹ്മലോകത്തേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ശരീരം എപ്പോഴും എന്തിനാ അറിയൂ? ഭഗവത് പ്രാപ്തി ഉണ്ടാവാൻ. അത് സാധിച്ചുവെങ്കിൽ ഇതുകൊണ്ടുള്ള നേട്ടമായി. വേറെ എന്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി വേറെ എന്തൊക്കെ ഉണ്ടോ വിചാരിക്കുക. അതിനായിട്ടില്ലെങ്കിൽ വ്യത്യാസമൊന്നുമില്ല. കാക്ക, മൃഗങ്ങൾ, ഇതൊക്കെ മാളത്തിലും കൂട്ടിലും താമസിക്കണം. നമ്മൾ കോൺക്രീറ്റ് ഉണ്ടാക്കി ഇതുകൊണ്ടിൽ താമസിക്കണം. അത്ര തന്നെ ഉള്ളൂ. കോൺക്രീറ്റും മണ്ണും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ആത്മീയത്തിലില്ല. അത് അങ്ങനത്തെ ഒരു പദാർത്ഥം, ഇത് ഇങ്ങനത്തെ ഒരു പദാർത്ഥം, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ അതാണ് ശരീരത്തിൻ്റെ ഉണ്ടാവേണ്ട ലാഭം, നേട്ടം. ഇത് കഥകളൊക്കെ അങ്ങനെയാണ് കാണുക. ശബരി അങ്ങനെ തന്നെയാണ് വരാൻ പോണത്. അരണ്യകാണ്ഡം കഴിയുമ്പോഴാണല്ലോ വരിക. ഇനി അടുത്തതായിട്ട് സുതീക്ഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ആശ്രമം, അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് പോവുകയാണ്. അദ്ദേഹം വളരെ ഇതേപോലെ രാമദർശനത്തിന് വേണ്ടി കാത്ത് ഇരിക്കുക തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം വേറൊന്നുമില്ല. രാമസ്തു സഹിതോ ഭ്രാത സീതയാച പരന്തപ സുതീഷ്ണസ്യ ആശ്രമപദം ജഗാമതകതേർദിജൈ. അവിടെ ഉണ്ടായിട്ടുള്ള ബ്രാഹ്മണന്മാർ കൂട്ടി സീതാരാമ ലക്ഷ്മണന്മാർ സുതീഷ്ണാശ്രമത്തിൻ്റെ നേർക്ക് നടന്നു. വളരെയേറെ നടന്നപ്പോൾ അവരൊരു പർവ്വതം കണ്ടു. കുറച്ച് നദികളൊക്കെ അങ്ങനെ കടന്നു. പ്രകൃതി സുന്ദരമായിട്ടുള്ള സ്ഥലങ്ങൾ, നദികൾ അങ്ങനെ കടന്നപ്പോൾ ഉന്നതമായിട്ട് ആകാശം മുട്ടത്തക്ക വിധത്തിലൊരു പർവ്വതം. ദദർശ വിപുലം ശൈലം മഹാമേഘമിവ ഉന്നതം. മേഘാകാശത്താണല്ലോ ഉണ്ടാവുക. ആകാശം മുട്ടത്തക്ക വിധത്തിൽ ഉയർന്ന രീതിയിൽ ഒരു പർവ്വതത്തിനെ കണ്ടു. പൂക്കൾ, കായ്കൾ, വൃക്ഷങ്ങൾ ഇതൊക്കെ നിറഞ്ഞിട്ടുള്ള ആ ഘോരവനത്തിൽ ഒരു ഏകാന്ത സ്ഥലത്ത് അവരൊരു ആശ്രമം കാണുകയാണ്. ധാരാളം മരവുരികളെ കൊണ്ട്, മരവുരികൾ ഉണക്കാനിട്ടതും ഇറക്കി മാറ്റി കൊടുക്കാനൊക്കെ ആയിട്ട് ധാരാളം മരവുരികൾ ഒക്കെ തോരിയിട്ട പോലെ വൈക്കോലുമ്പിലിട്ടതായിട്ടുള്ള ഒരാശ്രമം. അതാണ് സുതീഷ്ണാശ്രമം അവർ കണ്ടത്. രാമോഹമസ്മി ഭഗവൻ ഭവന്തം ദ്രഷ്ടുമാഗത ത്വം മാഭിവദ ധർമ്മജ്ഞ മഹർഷേ സത്യവിക്രമ. അല്ലയോ സത്യവിക്രമനായിരിക്കുന്ന മഹർഷേ, ഞങ്ങൾ അങ്ങയെ കാണാൻ വന്നതാണ്. ഞങ്ങളെ ആശീർവദിച്ചാലും. അങ്ങയുടെ അനുഗ്രഹത്തിന് അതുകൊണ്ടൊക്കെയാണല്ലോ ഞങ്ങൾ കുഴപ്പം കൂടാതെ ശരീരം സംരക്ഷിച്ച് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങളെ ആശീർവദിച്ചാലും. അതിനുവേണ്ടി ഞങ്ങൾ വന്നതാണ്. അദ്ദേഹം ധർമ്മിഷ്ഠനും വീരനും ആയ രാമനെ കണ്ടപ്പോൾ കൈകൾ കൊണ്ട് കെട്ടിയാണ് പുണർന്നു. ഇതിലും മീതൊരു ലാഭം തനിക്കില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, സാഗതം കലുതേ വീര രാമധർമ്മഭൃതാംബര. ധർമ്മത്തിൻ്റെ മൂർത്തിമത്തായിട്ടുള്ള രാമ, അങ്ങേക്ക് സ്വാഗതം. എന്നിട്ടോ ഈ ആശ്രമം വളരെയേറെ ധന്യമായി, അങ്ങയുടെ വരവോട് കൂടിയിട്ടാണ് ഈ ആശ്രമം ധന്യമായി തീർന്നത് എന്ന് പറയുകയാണ്. ലോകം മുഴുവനെ യശസ് പരത്തിയതായിട്ടുള്ള രാമ, അങ്ങയെ കാത്തിട്ടാണ്, ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഈ ശരീരം ഞാൻ ഉപേക്ഷിക്കാതെ ഇരിക്കുന്നത്. എനിക്ക് അങ്ങയെ കാണുക, അത്രയേ വേണ്ടൂ. അതുകൊണ്ട് അങ്ങയെ കണ്ടിട്ട് എനിക്ക് ഈ ദേഹം വെടിയണം. ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, കാണുക, ദേഹാണ്ട് വെടിയ. അല്ലാണ്ട് ഇതുകൊണ്ട് ഇനി എന്ത് കിട്ടാനാ? ഇനി ഭക്ഷിച്ചതന്നെ ഭക്ഷിക്കാവുള്ളൂ, ഉറങ്ങണത് അനുഭവിച്ചതന്നെ ഉറങ്ങാവുള്ളൂ. വേറെ ഒന്നും പുതിയതില്ലല്ലോ. അതിനെവിടെ അവസാനം? എനിക്കതൊന്നുമില്ല. ഇനി പറയുകയാണ്, അങ്ങ് രാജ്യഭ്രഷ്ടനായിട്ട് ചിത്രകൂടത്തിൽ എത്തിയിരിക്കുന്നു എന്ന്
അപ്പോൾ ഞാൻ കേട്ടു, ചിത്രകൂടത്തിലെത്തിയിരിക്കുന്നത് കൊണ്ട് ഞാൻ കേട്ടു. അതുകൊണ്ട് രാമ, ദേവൻ രാജാവായിരിക്കുന്ന ദേവേന്ദ്രൻ ഇവിടെ വന്നിരുന്നു. എന്തിനു വന്നിരുന്നു? ഈ ശരഭംഗനെ ഇന്ദ്രലോകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നിരുന്നു എന്ന് പറഞ്ഞല്ലോ. അത് എന്നോട് ഇന്ദ്രൻ പറഞ്ഞു, ഇന്ദ്രജി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. എൻ്റെ സൽക്കർമ്മങ്ങളാൽ ഞാൻ സർവ്വലോകങ്ങളെയും സ്വാധീനമാക്കിയിട്ടുണ്ട്. അത് ശരഭംഗനും ഉണ്ട്. ശരഭംഗം പറഞ്ഞല്ലോ, എൻ്റെ സ്വാധീനപ്പെടുത്തിയ സ്വർഗാദി ലോകങ്ങളോ ബ്രഹ്മാദി ലോകങ്ങളോ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കാം. അപ്പം രാമൻ എന്താ മറുപടി പറഞ്ഞത്? അതൊക്കെ ഞാൻ സ്വന്തമായിട്ട് തന്നെ സ്വാധീനമാക്കിക്കോളാം, അങ്ങ് സ്വന്തമാക്കിയത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അതേ ഉത്തരം ഇവിടെ വീണ്ടും ആവർത്തിക്കുകയാണ്. തപസ് കൊണ്ട് നേടിയ ദേവർഷി പദങ്ങളിൽ അങ്ങ് ഭാര്യയും അങ്ങും രമിച്ചാലും. ഇപ്പം പറഞ്ഞു, മഹർഷി, ഞാൻ ഈ ലോകങ്ങളൊക്കെ നേടിക്കൊള്ളാം, ഭഗവാനുണ്ടോ അപ്പം അതിന് വിഷമം? എനിക്കിപ്പോൾ അതൊന്നുമല്ല വേണ്ടത്. പിന്നെന്താ വേണ്ടത്? ആവാസം ത്വകമിച്ഛാമി പ്രതിഷ്ഠം ഇഹ കാനനെ, ഒരു താമസ സ്ഥലം, ഈ കാട്ടിൽ ഒരു താമസ സ്ഥലം മതി. ഇപ്പം എനിക്കിപ്പോൾ അതാണോ വേണ്ടത്? അത്രയേ വേണ്ടൂ. കനവാസം കൊണ്ട് കുറേ കാര്യങ്ങൾ എനിക്ക് സാധിക്കാനുണ്ട്. അതുകൊണ്ട് ഈ കാട്ടിലൊരു പാർപ്പിടം അങ്ങ് നേരെയാക്കി തരുമെന്ന് ശരഭംഗ മഹർഷി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പോൾ എനിക്ക് വേണ്ടത്. ഭവാൻ സർവത്ര കുശല സർവഭൂതഹിതേരത ആഖ്യാത ശരഭംഗേണ ഗൗതമേന മഹാത്മന. സർവജ്ഞാനിയും സർവ്വലോകത്തിലേക്ക് നന്മ ചെല്ലുന്ന മഹാത്മാവുമാണെന്ന് ഗൗതമ മഹർഷിയുടെ വംശജനായ ശരഭംഗൻ എന്നോട് പറഞ്ഞു. അങ്ങനെ പാരിൽ വളരെ പേര് കേട്ടതായിട്ടുള്ള അതിൽ ആ രാമനോട് ഇത് കേട്ടപ്പോൾ പറഞ്ഞു, ശരഭംഗൻ്റെ വർത്തമാനം രാമൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇന്ന് അങ്ങ് ഇവിടെ വസിച്ചോളൂ. അയം ഏവ ആശ്രമോ രാമ ഗുണവാൻ രമ്യതാമിഹ ഋഷിസംഗാനുചരിത സദാ മൂലഫലാന്വിത. ധാരാളം കായ്കിഴങ്ങുകൾ കനികളൊക്കെ ഉള്ള ഇവിടെ അങ്ങേക്ക് വസിക്കാമല്ലോ, സസുഖം വധിക്കാമല്ലോ എന്നാണ്. ഋഷിസംഗാനുചരിത സദാ മൂലഫലാന്വിത. മൂലഫലങ്ങളൊക്കെ ഉള്ളതായിട്ടുള്ള ഇവിടെ അങ്ങേക്ക് വസിച്ചാൽ എന്താണ് വിരോധം? ഇമം ആശ്രമമാഗത്യ മൃഗസംഘാമഘായശ കേലോ കീർത്തിമാനെ വിളിക്കുകയാണ് രാമനെ. ഇവിടെ ഒരൊറ്റ ഇതേ ഉള്ളൂ, ധാരാളം മാൻകൂട്ടങ്ങളുണ്ട്. അവ ചിലപ്പോൾ നമുക്കൊരു ശല്യമായി തീരെ, എന്തായാലും അധികമായ ശല്യമാണ് അല്ലേ. ഇപ്പം മയിലൊരു കാലത്ത് വളരെ നല്ലൊരു പക്ഷിയാണ്, നമ്മുടെയൊക്കെ അപൂർവ കാണുന്ന പക്ഷി. മയിൽ പീലി വിടർത്തിയാടുക എന്നൊക്കെ ഇപ്പം നമുക്ക് ശല്യമായി തുടങ്ങിയില്ലേ. ഓടിട്ട പെരയുടെ മുകളിലൊക്കെ വന്നിരുന്ന ഓട് മുഴുവൻ ഇളക്കുക അല്ലേ, വിളകൾ മുഴുവനും കൊത്തി നശിപ്പിക്കുക. സഹിക്കാൻ വയ്യാത്ത ശബ്ദമാണ് അവറ്റയ്ക്ക്. ഒരു പക്ഷിയുടെ ശബ്ദത്തിനും ഇത്ര സഖ്യതയില്ല. കിളികളുടെ ശബ്ദം സുഖമുണ്ട്, കിളി, കുയിൽ, മഞ്ഞക്കിളി, എല്ലാറ്റിൻ്റെ ശബ്ദവും നമുക്കിഷ്ടമാണ്. പക്ഷേ എനിക്കാവുന്നതാണോ അറിയില്ല കേട്ടോ. അവൻ്റെ വീറ്റുകളുടെ ശബ്ദം ഉണ്ടല്ലോ, മയിൽ ഇപ്പം നമുക്കൊരു ശല്യമായിട്ട് തോന്നുന്നു. അതെന്താ കാരണം? ധാരാളമായി തീർന്നു. ഇപ്പം ഇവിടെ ഈ മാൻ അങ്ങനെയാണ് തോന്നുന്നത്. പൊതുവേ നമ്മൾ മാൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു സാധു മൃഗം. ഇവിടെ പക്ഷേ കുറച്ച് വിഷമമുണ്ട്. മാൻകൂട്ടങ്ങൾ ഈ ആശ്രമത്തിൽ വന്ന് കൂസലില്ലാതെ ആരെയും ശല്യമൊന്നും അവർക്ക് ചെയ്യണില്ലെങ്കിലും മനസ്സ് തപസ്സിൽ നിന്ന് ഇളക്കും എന്നാണ്. അങ്ങനെ ഒരു ശല്യം അവർ ചെയ്യേണ്ട. തപസ്സികൾക്കത് വലിയ ശല്യമാണ്. എന്താ കാരണം വെച്ചാൽ തപസ്സികൾ ആരെയും ഉപദ്രവിക്കില്ല. അങ്ങനെയാണല്ലോ അവരുടെ സാത്വിക സ്വഭാവം. അപ്പം അത് മാൻകുട്ടികൾക്കും മാനിനും കൂട്ടങ്ങൾക്കും അറിയാം. ഇവരെ കൊണ്ട് ശല്യമൊന്നുമില്ല. പ്രാവുകളോ പക്ഷികളോ ഒക്കെ എവിടെയാണ് വിലസുക? അവരെ ഉപദ്രവിക്കാത്ത സ്ഥലത്ത് അവർ വിലസുക, അല്ലാതെങ്കിലും അവർ പറന്നു പോകില്ലേ പേടിച്ചിട്ട്. അപ്പം ഇവിടെ നമുക്ക് ശല്യമൊന്നുമില്ല എന്ന ഭാവേന തപസ്സികളായതുകൊണ്ട് അവരിവിടെ ഇങ്ങനെ ഒരു പേടിയില്ലാതെ കഴിച്ചു കൂട്ടും. ധാരാളം മാൻകൂട്ടങ്ങളുണ്ട്. അപ്പം സ്വതവേ നമ്മുടെ ശ്രദ്ധ തെറ്റും. കാരണം അവരിങ്ങനെ കാണാനും അവരുടെ കളികൾ കാണാനും ആയിട്ട് നമുക്കാണ് ഏകാഗ്രത. അവരുടെ കുറ്റമല്ല. ഇപ്പം ആനയെ കണ്ടാൽ നോക്കാത്തവരാരാ? ചില ആൾക്കാർക്ക് ഈ മൃഗങ്ങളോടും പക്ഷികളോടും ഒരു വീക്ക്നെസ് ഉണ്ടാവും. അത് കാണുമ്പോൾ അങ്ങനെ നോക്കുക. അത് നമ്മുടെ തപസ്സിന് ചെറുതായിട്ട് അങ്ങനെ ഒരു വീക്ക്നെസ്. കാരണം അവർ ഉപദ്രവം ചെയ്തിട്ടല്ല, നിരുപദ്രവികളാണ്. അകത്താവൃതികച്ചന്തി ലോപയിത്താകുതോവയാ. അവർ സാധാരണ നിലയ്ക്ക് നമുക്ക് ഉപദ്രവങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിലും നമ്മുടെ തപസ്സുകൾക്ക് ചെറുതായിട്ട് ചില വിഘ്നം വരുത്തിക്കൂടാ എന്നില്ല. അടുത്ത് വന്നിട്ടും നമ്മളോട് ലോക്യം നടിച്ചിട്ടൊക്കെ ആകുമ്പോൾ നമ്മുടെ ശ്രദ്ധ സ്വാഭാവികമായിട്ട് ഭരതന് മാനിനോടുള്ളത് കണ്ടായില്ലേ. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ ഒരു ജന്മം തന്നെ എടുക്കേണ്ടി വന്നത്. ഒരു മൂക ജന്മം പോലെ ഒരു ജന്മം, മൂകനായിട്ടല്ല എടുക്കേണ്ടി വന്നത്. അപ്പോൾ ആ ഒരു ധംഗം വരാൻ വളരെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മാനുകളും നിരുപദ്രവികളാണ്. അവർ നമ്മളെ ഉപദ്രവിക്കില്ല,
നമ്മളിൽ നിന്ന് അവർക്കും ഉപദ്രവമില്ല എന്ന് കാണുമ്പോൾ ഒരു ബന്ധം വരും. അത് പാടില്ല. തപസ്സികൾക്ക് അത്തരം ഒരു ബലഹീനതകളും പാടില്ല. ഒന്നിലും അവരുടെ മനസ്സ് പോരുത്. അപ്പോൾ ആ ഒരു വിഷമം നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ രാമൻ പറഞ്ഞു, എങ്ങളുടെ കയ്യിലുള്ള വാളും വസ്ത്രം കൊണ്ട് ഘോരരാക്ഷസന്മാരെ അടക്കം വധിക്കുക പിന്നെയാണോ ഈ മാനുകൾ? അപ്പോൾ ഞങ്ങൾക്ക് ചിലപ്പോൾ ശല്യമായി എന്ന് തോന്നിയാൽ പിന്നെ അവരെയൊക്കെ വധിക്കും. അനവധി മൃഗങ്ങളെ വധിച്ച് കൊന്ന് തിന്നിട്ടുണ്ട് രാമനും ലക്ഷ്മണനും. യാഗത്തിന് വേണ്ടിയിട്ടും ഭക്ഷണത്തിന് വേണ്ടിയിട്ടും മൃഗങ്ങളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ക്ഷത്രിയന്മാർക്ക് അതൊരു പാപമല്ല. മഹർഷിമാർക്കല്ലേ പാപമുള്ളൂ. ഞങ്ങൾ കൊല്ലാം. അത് ചിലപ്പോൾ അങ്ങേക്കൊരു വിഷമമുണ്ടാവും, സാധുമൃഗങ്ങളെ കൊന്നൂന്ന്. അതുകൊണ്ട് ഞങ്ങളിവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് ഞങ്ങൾക്ക് തന്നെ അങ്ങനെ തോന്നുകയാണ്. വാചവചനം ധീരോ വികൃഷ്യ സശരം ധനു. ശരമുണ്ട്, വില്ലുണ്ട്. താനകംസു മഹാഭാഗ മൃഗസംഘാൻ സമാഗതാൻ ഹന്യാം നിശീതധാരേണ. മൂർച്ചയുള്ള ആയുധങ്ങളെ കൊണ്ട് അവരെ കൊല്ലാം. അത് ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടാക്കും. ജീവികളെ കൊല്ലുന്നത് തപസ്തികൾക്ക്, മഹർഷിമാർക്ക്, ബ്രാഹ്മണർക്ക് ദുഃഖകരമാണ്. ക്ഷത്രിയർക്ക് ദുഃഖകരമല്ല. ക്ഷത്രിയർക്ക് നായാട്ടും മൃഗങ്ങളെ ഹിംസിക്കുന്നതും അലൗഡാണ്, അനുവദനീയമാണ്. മനസ്സിന് വ്യത്യാസമുണ്ട്. ഓരോരുത്തരുടെ ധർമ്മത്തിന് വ്യത്യാസം എന്ന് പറയാൻ കാരണം ഇതാണ്. ഒരു ധർമ്മമല്ല വേറൊരാൾക്ക്. ക്ഷത്രിയ ധർമ്മമല്ല ബ്രാഹ്മണർക്ക്, ബ്രാഹ്മണധർമ്മമല്ല ക്ഷത്രിയർക്ക്, ഇത് രണ്ടുമല്ല വൈശ്യർക്ക്. വ്യത്യാസമുണ്ട്. ഒരാൾക്ക് നിഷിദ്ധമാണെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് പാപമല്ല. ക്ഷത്രിയർക്ക് മൃഗങ്ങളെ വധിക്കുന്നത് പാപമല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും. അത് അങ്ങേക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് എന്ത് പറ്റില്ല, ഇവിടെ ഞങ്ങൾ വസിക്കണില്ല, അതാണ് നല്ലത് എന്ന് പറയുകയാണ്. തസ്മിന്നാശ്രമേ വാസച്ചിരന്തു ന സമർത്ഥയെ. കുറേ കാലം വേണ്ട, തൽക്കാലം ഒരു ദിവസമൊക്കെ തങ്ങാം എന്നല്ലാണ്ട് ചിരം തു ന. ചിരം എന്ന് പറഞ്ഞാൽ കുറേ കാലം, ന എന്ന് പറഞ്ഞാൽ വേണ്ട. കുറേ കാലമുള്ള വാസം ഇവിടെ വേണ്ട രാമ. തമേവ മുക്ത വരദം രാമസന്ധ്യാമുപാഗമത്. ഇപ്പോഴേക്കും നേരം സന്ധ്യയായി. സന്ധ്യയായ പിന്നെ എന്താണ്, സന്ധ്യാവന്ദനം വേണം. അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അന്വാർച്ച പശ്ചിമം സന്ധ്യാം തത്ര വാസമകൽപ്പയത് സുധീഷ്ണശ്രമേ രമ്യേ സീതയാ ലക്ഷ്മണേന ച. സീതയോടും ലക്ഷ്മണനോടും കൂടി സന്ധ്യയെ വന്ദിച്ചതിന് ശേഷം അന്ന് അവിടെ താമസിച്ചു. സ്ഥിരം വേണ്ടാന്ന്, ഒരു ദിവസം ആവണോണ്ട് കുഴപ്പമില്ല. സായം സന്ധ്യ, സന്ധ്യ എന്ന് പറഞ്ഞാൽ പ്രഭാത സന്ധ്യയാണ്, അതും സന്ധ്യയാണ്. സായം സന്ധ്യ, പ്രഭാത സന്ധ്യ, മധ്യം സന്ധ്യ, അങ്ങനെ 3 സന്ധ്യ ഉണ്ട് എന്നാണ് ശരിക്കും വരെ. സന്ധ്യ വൈകുന്നേരം മാത്രമല്ല, രാവിലത്തേനും ശരിക്കും സന്ധ്യ എന്ന് അത്രയും പറയാം. അതാണ് സായം സന്ധ്യ എന്ന് വേറെ എടുത്തു പറഞ്ഞു. ഒക്കെ സന്ധ്യയാണ്. രാവും പകലും കൂടുന്നതാണല്ലോ, പ്രഭാതത്തിലും കൂടെ തന്നെയാണ്. രാവുണ്ട പകലും, അപ്പം അതിനെയൊക്കെ നമ്മൾ പ്രഭാത സന്ധ്യ എന്ന് പറയും. സന്ധ്യയാണതും, വൈകുന്നേരം മാത്രമല്ല സന്ധ്യ. അതുണ്ടാവും സന്ധ്യ. സായം സന്ധ്യയെ വന്ദിച്ചതിന് ശേഷം സുധീഷ്ണൻ്റെ മനോഹരമായിട്ടുള്ള ആശ്രമത്തിൽ അന്ന് താമസിക്കാൻ സമ്മതിച്ചു. തതശുഭം താപസപൂജ്യമന്നം സ്വയം സുധീഷ്ണ പുരുഷർഷഭാഭ്യാം താഭ്യാം സുസകൃത്യ ദധൂ മഹാത്മാ സന്ധ്യാനുവൃത്തോ രജനീ അപേക്ഷ്യ. ആ സുധീഷ്ണൻ സന്ധ്യേനെ കഴിഞ്ഞ് രാത്രിയായപ്പോൾ ഈ രാമലക്ഷ്മണന്മാർക്ക് ഉചിതമായ മഹർഷിമാർ ഭക്ഷിക്കുന്ന ഭക്ഷണം, കായ, കിഴങ്ങ് മുതലായിട്ട് ശരീരത്തിന് ഹാനികരമല്ലാത്ത സാത്വിക ഭക്ഷണം, കനികൾ വെച്ച് ആ പുരുഷശ്രേഷ്ഠന്മാരായിരിക്കുന്ന രാമലക്ഷ്മണന്മാർ അവരെ സൽക്കരിച്ച് തൃപ്തിപ്പെടുത്തി എന്ന് പറയുകയാണ്. അതിനുശേഷമോ രാമസ്തു സഹ സൗമിത്ര സുധീഷ്ണേന അഭിപൂജിത പരിണാമനിശാം തത്ര. പ്രഭാതേ പ്രത്യബുദ്ധ്യത. പ്രഭാതമായപ്പോൾ ഉണർന്നു. വേണ്ട പോലെ രാമലക്ഷ്മണന്മാരെ ശുശ്രൂഷിച്ചു. കുളി മുതലായിട്ടതൊക്കെ കഴിഞ്ഞു എന്നാണ്. നല്ല ഉൽപ്പല പുഷ്പങ്ങൾ എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, നീലോൽപ്പലം എന്ന് പറഞ്ഞിട്ട് താമരയില്ല. താമരയ്ക്ക് സമാനമായിട്ട് നല്ലൊരു പുഷ്പമാണ് ഈ നീലോൽപ്പലം. അപ്പം അതൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന പൊയ്കകൾ, അതുപോലെ ജലാശയങ്ങളൊക്കെ ഉണ്ട്. മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അവിടെ സീതയോട് എഴുന്നേറ്റ് സുഖമായിട്ട് കുളിർ നീരിൽ തണുപ്പിലങ്ങനെ കുളി മുതലായിട്ട് അങ്ങനെ കഴിച്ചു. കാല്യം വിധിവത ഈശ്വരണേ വനേ. തപസീശ്വരനാൽ വേണ്ട വിധം പൂജിക്കപ്പെട്ടു. സൂര്യനെയും വന്ദിച്ചു. അതിനുശേഷം സുധീഷ്ണന്റെ സമീപത്ത് ചെന്ന് രാമൻ പ്രകാരം പറഞ്ഞു: സുഘോഷിതസ്മ ഭഗവൻ തയാ പൂജ്യേന പൂജിത ആവൃച്ചാമപ്രയാസ്യാമോ മുനയ ത്വരയന്തി നാ. കുറേ മഹർഷിമാരൊക്കെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അസുര
സമ്പൂർണ്ണ അസുരവധം രാക്ഷസവധം ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഞങ്ങൾക്ക് കാണാൻ ധൃതിയായി കുറേ ഉണ്ട് ഇല്ലേ. അഗസ്ത്യൻ മുതലായിട്ടുള്ളവരൊക്കെ ഇനി കാണാതിരിക്കണേ ഉള്ളൂ. അനവധി മഹർഷിമാർക്ക് ഞങ്ങൾക്ക് ദർശനം കൊടുക്കണം. അവർക്ക് ഞങ്ങളെ കാണണം, ഞങ്ങൾക്കോ അവരെയും കാണണം. അവരെ കാണാനായിട്ട് ഞങ്ങൾക്ക് വളരെയേറെ ആഗ്രഹമുണ്ട്, അവർക്ക് ഞങ്ങളെയും കാണണമെന്നുണ്ട്. അപ്പം അതുകൊണ്ട് വേഗം പോവാൻ ലേശം ധൃതി ഞങ്ങൾക്ക് ഉണ്ട്. ത്വരാമഹേ വയം ദ്രഷ്ടും, കാണാൻ വേണ്ടിക്കൊണ്ട് അവർ ധൃതിപ്പെടുപ്പിക്കുന്നു ഞങ്ങളെ. വേഗം വരൂ രാമ, വേഗം വരൂ രാമ. ഇപ്രകാരം അവർ ഞങ്ങളോട് എങ്ങനെ പറയണമെന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ. അവരുടെ ആ മനസ്സിൻ്റെ അവസ്ഥ രാമൻ അറിഞ്ഞു എന്ന് വേണം വിചാരിക്കാൻ. പറയാൻ അവരിവിടെ ഇല്ലല്ലോ, എങ്ങനെ പറയാം. അപ്പം ധൃതിപ്പെടുത്തുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഋഷീണാം പുണ്യശീലാനാം ദണ്ഡകാരണ്യവാസിനാം, ദണ്ഡകാരണ്യത്തിൽ വസിക്കുന്നതായിട്ടുള്ള അവരെ കാണാൻ ധൃതിയുണ്ട് എന്നും പറഞ്ഞ രാമലക്ഷ്മണന്മാർ സുധീഷ്ണനെ വണങ്ങി അവിഷയ്ക്കാതപോ യാവൽ സൂര്യോനാദിവിരാജത്തെ. അല്ലാതെ സൂര്യൻ വെയിലായിട്ട് ചൂടാവുമ്പോഴേക്കും പോകണം, വെയിലത്ത് നടക്കുകയെന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും അവിടെ എത്താലോ. അമാർഗേണ ഗതാം ലക്ഷ്മിം പ്രാപ്യേവാന്വയവർജിത. ധാരാളം പൈസ ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ മറ്റുള്ളവർ ഉപദ്രവിക്കണ പോലെ ഉപമ പറഞ്ഞു അത്രയുള്ളൂ, വേറെ പ്രസക്തിയൊന്നുമില്ല. എങ്ങനെയാണോ മറ്റുള്ളവർക്ക് ഉപദ്രവമായി തീരുക അന്യായാർജിത ധനം, അതേപോലെ സൂര്യൻ നമ്മളെ ബുദ്ധിമുട്ടിക്കും എങ്ങനെയായാൽ വെയിൽ ചൂടായാൽ. അതുകൊണ്ട് നോക്കൂ സുധീഷ്ണ മഹർഷി, വെയിൽ ചൂടാവണതിൻ്റെ മുമ്പ് ഞങ്ങൾ ഇറങ്ങുന്നതായിരിക്കും നല്ലത്. ഒരു അനുജനുണ്ട് ഈ അഗസ്ത്യനെയൊക്കെ കണ്ടിട്ടാണ് പിന്നീട് അങ്ങോട്ട് പോകും സുധീഷ്ണൻ അഗസ്ത്യനെ കാണാൻ പോവുക. താൻ ചരണാ ഉത്ഥാപ്യ മുനിപുങ്കവ കാഠമാലിംഗ്യ സ്നേഹം ഇതം വചനബ്രവി. കാലിൽ തൊട്ട് വന്ദിക്കുന്നതായിട്ടുള്ളവരെ സ്നേഹത്തോടു കൂടി എഴുന്നേൽപ്പിച്ച് മുറുകെ പുണർന്നു. ഗാഠമാലിംഗ്യ സസ്നേഹം, ഗാഠമായിട്ട് അങ്ങനെ ആലിംഗനം ചെയ്തു. എന്നിട്ട് പ്രകാരം പറഞ്ഞു എന്ന് പറയണം. അരിഷ്ടം ഗച്ഛ ബന്ധാനം രാമ സൗമിത്രിണ സഖാ സീതയാ ചാനയാ സാർദ്ധം ഛായേവാനുവൃത്തയാം. നോക്കൂ രാമ, അങ്ങയുടെ കൂടെ നിഴൽ പോലെ പിന്തുടരുന്നതായിട്ടുള്ള ഈ സീതയുടെ ലക്ഷ്മണനുണ്ട്. രണ്ടാളാണ് നിഴൽ പോലെ പിന്തുടരുന്നത്. ഛായാമേവ, ഛായ എന്ന് പറഞ്ഞാൽ നിഴൽ പോലെ പിന്തുടരുന്നതായിട്ടുള്ള സീതയോടും അനുജനായിരിക്കുന്ന ലക്ഷ്മണനോടും കൂടെ സമാധാനമായിട്ടും സുഖമായിട്ടും യാത്ര ചെയ്യുക. സീതയാ ചാനയാ സാർദ്ധം ഛായയോ വാനുവൃത്തയാ, ഛായയേ വാനുവൃത്തയാ. ഛായ നിഴൽ പോലെ പിന്തുടരുന്ന ഇവരാൽ രാമ അങ്ങ് പോയാലും. എന്നിട്ടോ പശ്ചാശ്രമപദം രമ്യം ദണ്ഡകാരണ്യവാസിനാം യേഷാം തപസ്തിനാം വീര തപസാഭാവിതാത്മനാം. മനോഹരമായിട്ടുള്ള തപസ്സികൾ വസിക്കുന്ന ആശ്രമം കാണുക. അവിടെ അങ്ങ് കണ്ട മഹാന്മാരായിട്ടുള്ള മഹർഷിമാരെയൊക്കെ തീർച്ചയായിട്ടും അങ്ങേക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ എന്തൊക്കെ തരത്തിലുള്ള സംഗതികൾ ഉണ്ടാവും ആ ആശ്രമങ്ങളെപ്പറ്റി സുധീഷ്ഠന് നല്ലപോലെ അറിയാം. പറഞ്ഞു കൊടുക്കുകയാണ്. സുപ്രാജ്യ ബലമൂലാനി പുഷ്പിതാനി വനാനി ച പ്രശസ്ത മൃഗയൂഥാനി ശാന്തപക്ഷിഗണാനി ച. മനോഹരമായിട്ടുള്ള പക്ഷികൾ, അതുപോലെ തന്നെ മൃഗങ്ങൾ മുതലായിട്ടതും വിരിഞ്ഞ താമരപ്പൂവുകൾ, പുഷ്പങ്ങൾ, കായ, കനി മുതലായിട്ടത്, നീർക്കോഴികൾ, കുളക്കോഴികളുടെ ശബ്ദം, ഇത് തടാകങ്ങൾ മുതലായിട്ടത് കൊണ്ട് മനോഹരമായിട്ടുള്ള മലഞ്ചോലകൾ, വെള്ളമൊഴുകുന്ന ചോലകൾ, ഇതൊക്കെ അവിടെ ഉണ്ടാവും. അതൊക്കെ ഇതെങ്ങനെയാണ് പോയാൽ തീർച്ചയായിട്ടും രാമ അങ്ങേക്ക് കാണാം. പിന്നെയോ ഇനിയും വരണം. ഗമ്യതാം വത്സസൗമിത്രേ ഭവാനഭി ചകച്ചതു രക്ഷണ. നമുക്ക് യാത്ര പറയാം, വിട പറയാം, ഇനിയും വരണട്ടോ. ആഗന്തവ്യം ത്വയാ താത പുനരേവാശ്രമം മമ. എൻ്റെ ഈ ആശ്രമത്തിലേക്ക് പുണ്യമാക്കാൻ, ഇതിനെയൊക്കെ പാവനമാക്കാൻ വീണ്ടും വരണേന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വിട പറഞ്ഞു, യാത്ര കൊടുത്തു. ഏവമുക്തതേത്യുക്ത കാകുസ്തസഹ ലക്ഷ്മണ പ്രദക്ഷിണം മുനിങ്കൃത്ത പ്രത്താതും ഉപചക്രമേ. മുനിയെ ഒന്നാണ് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചിട്ട് പോവാൻ ഒരുങ്ങി എന്ന് പറയുകയാണ്. സീതയാവട്ടെ ആ വില്ല്, അമ്പ്, ആവനാഴി, വില്ലൊക്കെ അമ്പ് സൂക്ഷിക്കാനുള്ള ആവനാഴിയൊക്കെ എടുത്തിട്ട് പതിവ്രതയാണല്ലോ, അപ്പോൾ കൊടുത്തിട്ട് രാമലക്ഷ്മണന്മാരുടെ കയ്യിൽ കൊടുത്തൂല്ലേ. പോകുമ്പോൾ നമ്മൾ കുടയോ സഞ്ചിയോ ബാഗൊക്കെ എടുത്തു കൊടുക്കുക. പോകുന്ന ആളൊക്കെ വീട്ടിലുള്ളവരെ മര്യാദ എന്ന് പറഞ്ഞ തതശുഭതരേ തൂണി. തൂണി എന്ന് പറഞ്ഞാൽ ആവനാഴി, അമ്പ് സൂക്ഷിക്കാനുള്ള, അതിനാണ് തൂണീരം. മലയാളത്തിൽ പറയും തൂണീന്ന് ചുരുക്കം. സംസ്കൃതത്തിൽ ധനുഷീ ചായ ദക്ഷിണ,
ധനുസ്സും വില്ലും ഒക്കെ എടുത്തു കൊടുത്തു. ആയതേക്ഷണ സുന്ദരി ആയ സീത. ദദോ സീതാ തയോർ ഭ്രാത്രോ കട്കൗച വിമലോ തഥാ. നല്ല മൂർച്ചയുള്ളതായിട്ടുള്ള വാളുണ്ട്. വാള്, അമ്പ്, വില്ല് മുതലായിട്ടതൊക്കെ അനുജനായിട്ടുള്ള ലക്ഷ്മണനും ഭർത്താവിനും അനുജനായിട്ടുള്ള ലക്ഷ്മണനും കൂടി സീത എടുത്തു കൊടുത്തു. ആ ബദ്ധശുഭേ തൂണീചാബോ ചാദായ നിസ്വനോ വിക്രാന്താവാശ്രമം ഗന്ധം ഉബോധോ രാമലക്ഷ്മണോ. ഇങ്ങനെ അതൊക്കെ അങ്ങോട്ട് വേന്തി ആ സീത എടുത്തു കൊടുത്തിട്ടുള്ള വില്ലുകളൊക്കെ കയ്യിലേന്തി രാമലക്ഷ്മണന്മാർ ആശ്രമം വിട്ടു പോവാനായിട്ട് അങ്ങനെ ഒരുങ്ങി. മുനിയാൽ യാത്ര അയക്കപ്പെട്ട വിട നൽകപ്പെട്ടതായിട്ടുള്ള ശ്രീമാന്മാർ, രൂപസമ്പന്നന്മാരായിട്ടുള്ള രാമലക്ഷ്മണന്മാർ സീതയോടൊത്ത് അവിടെ നിന്ന് പുറപ്പെട്ടു എന്ന് പറയണം. അപ്പോൾ സീത പറയുന്ന ചില വാക്യങ്ങൾ, ചില കാര്യങ്ങളൊക്കെയാണ് അടുത്തതായിട്ട്. പൂർവന്നാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം തമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണനിധനം നേതത്യ രാമായണം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പദൈ നമഃ.